CPM MLA PV അൻവർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണം ആശങ്കപ്പെട്ടതുപോലെ തന്നെ തുടക്കത്തിലെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും ഇതിനുവേണ്ടി ആളുകളെ കൊന്നിട്ടുണ്ടെന്നുമൊക്കെയുള്ള ഒരു ആരോപണമാണ് അൻവർ മുന്നോട്ട് വെച്ചത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധികാരം ദുരുപയോഗിച്ച് P ശശിയാണെന്ന വാദവും അൻവർ മുന്നോട്ട് വെച്ചിരുന്നു. താൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ മൂലം ജീവൻ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ടെന്നും ഏത് സാഹചര്യത്തെ നേരിടാൻ തനിക്ക് തോക്ക് ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുകയാണെന്നും അൻവർ പറയുകയുണ്ടായി. അൻവറിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ ആരോപണം കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിട്ടില്ല. ADGPക്കും മുഖ്യമന്ത്രിക്കുമെതിരായ ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കുമെന്നും ഏത് ഉന്നതനായാലും നടപടിയെടുക്കുമെന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അസോസിയേഷന്റെ പൊതുപരിപാടിയിൽ പ്രഖ്യാപിച്ചത്. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അടവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണറായി തന്റെ പതിവ് ശൈലി ഉപയോഗിച്ചുകൊണ്ട് കളങ്കിതരായ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രമാണ് ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ആരോപണ വിധേയനായ MR അജിത് കുമാറിന്റെ താഴ്ന്ന റാങ്കിലുള്ളവരാണ് അന്വേഷണ സംഘത്തിലുള്ളവരൊക്കെ. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നതെങ്കിലും ADGPക്ക് കീഴിലുള്ളവരാണ് സംഘത്തിലുള്ളത്. ഇവർക്ക് ADGPക്കെതിരെ ഫലപ്രദമായി അന്വേഷിക്കാനാവില്ല. ആരോപണത്തിന്റെ വെളിച്ചത്തിൽ അജിത് കുമാറിനെ പദവിയിൽ നിന്ന് മാറ്റി നിർത്താത്തത് അന്വേഷണ സംഘത്തിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലും ആരോപണ വിധേയനെ സംരക്ഷിച്ചുകൊണ്ടുള്ളതാണ്. അജിത് കുമാറിനെതിരായ ആരോപണമല്ല PV അൻവർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയും അജിത് കുമാർ നൽകിയ പരാതിയുമാണ് അന്വേഷിക്കുക. പ്രതിവാദിയായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും അർത്ഥമാക്കേണ്ടതും. ആരെന്ത് പറഞ്ഞാലും അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിടില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അൻവർ ആരോപണം ഉന്നയിച്ച P ശശിക്കെതിരെ അന്വേഷണവുമില്ല. തനിക്കിതൊന്നും പുത്തരിയല്ലെന്ന ശശിയുടെ പ്രതികരണവും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയിൽ നിന്നും തങ്ങൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ലെന്ന ആത്മധൈര്യം തന്നെയാണ് P ശശിക്കുമുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ഇത് സർക്കാരിന്റെ അന്ത്യമായിരിക്കുമെന്നും ആരോപണ വിധേയർക്ക് ഉറപ്പാണ്. ആ ഭയം മുഖ്യമന്ത്രിക്കുമുണ്ട്. ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കുന്നതിന് പരാതിക്കാരനായ അൻവറിന്റെ പിന്തുണയും ലഭിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മുഖ്യമന്ത്രിയെ കണ്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തിയ ശേഷമുള്ള അൻവറിന്റെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്. അന്വേഷിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അൻവർ ചെയ്തത്. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അൻവറിന് അറിയാത്തതല്ല. അൻവർ അതുകൊണ്ടാണ് എല്ലാം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു രീതി പിണറായി വിജയനിൽ നിന്നുണ്ടാകുന്നെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും അൻവറാണ്. അൻവർ മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അൻവർ ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തമാവുകയാണ്. KT ജലീൽ ഉൾപ്പെടുന്ന സംഘവും അൻവറിനൊപ്പമുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭരണത്തിന്റെ ഉന്നതതലങ്ങളിൽ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഉപജാപക സംഘങ്ങളും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നതും ഇവർക്ക് വ്യക്തമായി അറിയാം. വ്യക്തിപരവും രാഷ്ട്രീയവുമായ അജണ്ടയോടെയാണോ ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്ന് പോലും സംശയമുണ്ട്. ഇവർ ചിലത് മുൻകൂട്ടി കാണുന്നുമുണ്ട്. അത് നേടിയെടുക്കാൻ പറ്റിയ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് ഇക്കൂട്ടർക്കും അറിയാം. ആരോപണം ഉന്നയിച്ചവരെയും ആരോപണ വിധേയരെയും ഒരുമിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ അസാധ്യമാകുമെന്ന് പിണറായിയും തിരിച്ചറിയുന്നുണ്ട്. ഈ അധോലോക ഭരണ സംവിധാനം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് ജനങ്ങളാണ് ഇനി തിരിച്ചറിയേണ്ടതും.